പ്രിയപ്പെട്ടവരെ, സ്വാഗതം. സാധാരണ ജീവിതത്തിൻ്റെ മേൽത്തട്ടിൽ മാത്രം ജീവിക്കുന്നവരല്ല പൂരുരുട്ടാതി നക്ഷത്രക്കാർ. അവർ ജീവിതത്തെ ആഴത്തിൽ ചോദ്യം ചെയ്യുന്നവരും സ്വന്തം വിശ്വാസങ്ങൾക്ക് വേണ്ടി ഏത് ത്യാഗത്തിനും തയ്യാറാകുന്നവരുമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഒരിക്കലും പകുതി വഴിയിൽ നികർത്തുന്നവരല്ല. പൂരുരുട്ടാതി നക്ഷത്രക്കാർ ഒരിക്കലും പാതി വഴിയിൽ നിർത്തുന്നവരല്ല. അവർ തുടങ്ങിയത് പൂർണ്ണമാക്കും, അത് വേദനയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും. 2026 എന്ന വർഷം നിങ്ങളുടെ കർമ്മബന്ധങ്ങളെയും ആത്മശക്തിയെയും ജീവിത ദിശയെയും ശക്തമായി പരീക്ഷിക്കുകയും പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന ഒരു നിർണായക വർഷമായിരിക്കും. ഇനി ഈ വർഷം ജീവിതത്തിൻ്റെ ഓരോ മേഖലയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് വിശദമായി നോക്കാം. 2026 വർഷത്തിൻ്റെ സമഗ്ര അവലോകനം. ഈ വർഷം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പുനർജന്മത്തിൻ്റെ വർഷം എന്ന് തന്നെ പറയാം. പഴയ ബന്ധങ്ങൾ അവസാനിക്കും, പഴയ ചിന്താധാരകൾ തകർന്നു പോകും. ജീവിതത്തിൽ ഇനിയും ഇങ്ങനെ കഴിയില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും. ഇതൊരിക്കലും ഭയപ്പെടേണ്ട കാര്യമല്ല. കാരണം പൂരുരുട്ടാതി നക്ഷത്രക്കാർ തകർന്നതിൽ നിന്ന് പുതിയത് പണിയാൻ ജനിച്ചവരാണ്. ഈ വർഷം ഒരിക്കലും നിങ്ങളുടെ തീരുമാനങ്ങൾ വൈകിക്കരുത്. സത്യം ഇനിയും മറച്ചു വയ്ക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കേണ്ട വർഷമാണിത്. തൊഴിൽ ആൻഡ് കരിയർ ഫലം. ജോലി ചെയ്യുന്ന പൂരുരുട്ടാതി നക്ഷത്രക്കാർ ജോലിയിൽ വളരെ ആഴത്തിൽ ഇടപെടുന്നവരാണ്. ഈ വർഷം നിങ്ങൾക്ക് കഠിനമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായേക്കാം. അധിക സമ്മർദ്ദം ജോലിയിൽ ഉണ്ടാവാം. എന്നാൽ അതിലൂടെ വലിയ അംഗീകാരം നിങ്ങളെ തേടിയെത്തും. ജനുവരി മുതൽ ജൂൺ വരെയും സെപ്റ്റംബർ മുതൽ നവംബർ വരെയും നിങ്ങളുടെ ജോലിയിലെ നിർണായകമായ കാലഘട്ടങ്ങളാണ്. ജോലി മാറ്റത്തിനും സ്ഥലം മാറ്റത്തിനും അധിക അധികാരമേൽപ്പിക്കപ്പെടുന്നതിനും രഹസ്യ ചുമതലകൾ നിർവഹിക്കുന്നതിനും സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ മേഖലകൾ നിയമം, ഭരണ സംവിധാനം, ഗവേഷണം, രാഷ്ട്രീയ രംഗം, ആത്മീയ നേതൃത്വം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വാക്കുകളുടെ കടുപ്പം കുറയ്ക്കുക. എനിക്ക് മാത്രമേ ശരിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ മാത്രമേ ശരിയുള്ളൂ എന്ന നിലപാട് സംഘർഷം സൃഷ്ടിക്കും. ബിസിനസ്സും സ്വയം തൊഴിലും ചെയ്യുന്നവർക്ക് വളരെ ശക്തമായ ഒരു വർഷമാണിത്. വലിയ ആശയങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. ദീർഘകാല പദ്ധതികൾ നിങ്ങൾ തുടങ്ങി വയ്ക്കും. നിങ്ങൾക്ക് അനുയോജ്യമായ മേഖലകൾ കൺസൾട്ടൻസി, പരിശീലനം, പ്രസിദ്ധീകരണം, ആത്മീയ അല്ലെങ്കിൽ സാമൂഹ്യ സംരംഭങ്ങൾ, ഓൺലൈൻ പ്ലാറ്റ്ഫോം. നിങ്ങൾ പെട്ടെന്ന് എടുത്ത റിസ്കുകളൊക്കെ സൂക്ഷിക്കുക. വികാരപരമായ പങ്കാളിത്തങ്ങളും സൂക്ഷിക്കുക. സാമ്പത്തിക ഫലം. സാമ്പത്തികമായി അനുഭവങ്ങളുടെ വർഷമാണിത്. ചില സമയങ്ങളിൽ വലിയ വരുമാനം ഉണ്ടായേക്കാം. മറ്റു ചില സമയങ്ങളിൽ വലിയ ചിലവും വരും. നിങ്ങൾക്ക് പണം എപ്പോഴും നിലനിൽക്കും. പക്ഷേ കൈവിടാതിരിക്കാൻ നിങ്ങൾക്കൊരു ജാഗ്രത വേണം. ഏറ്റവും നല്ല മാർഗങ്ങൾ ഭൂമി, ദീർഘകാല നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ഇവയൊക്കെയാണ്. കടം കൊടുക്കുന്നതും ഗ്യാരണ്ടി നിൽക്കുന്നതും ഒഴിവാക്കുക. കുടുംബ ബന്ധങ്ങൾ. കുടുംബജീവിതത്തിൽ പഴയ കുടുംബ പ്രശ്നങ്ങൾ വീണ്ടും ഉയരും. നിങ്ങൾ നേരിട്ട് നിലപാട് എടുക്കേണ്ടി വരും. നിങ്ങളൊരു പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടിയാൽ ആ പ്രശ്നം കൂടുതൽ വലുതായേക്കും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വികാരങ്ങൾ അത്യന്തം ശക്തമായിരിക്കും. നിങ്ങൾക്കിടയിൽ തീവ്രമായ സ്നേഹവും അതിനനുസരിച്ച് തർക്കവും വന്നേക്കാം. ചിലപ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ അതിയായ കടുപ്പം ഉണ്ടായേക്കാം. നിങ്ങൾ തുറന്ന് സംസാരിക്കുക. സത്യസന്ധത കൈവിടാതിരിക്കുക. നിയന്ത്രിത വാക്കുകൾ ഉപയോഗിക്കുക. അവിവാഹിതർക്ക് പുതിയ ആത്മബന്ധങ്ങൾ ഉടലെടുക്കും. കർമ്മബന്ധങ്ങളും ഉണ്ടാകും. വിവാഹ തീരുമാനം വൈകിയാലും ശക്തമായിരിക്കും. ആരോഗ്യഫലം. ആരോഗ്യത്തിൽ മനസ്സാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. 2026 പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് മാനസിക ആരോഗ്യം വളരെ പ്രധാനമാണ്.
സാധ്യമായ പ്രശ്നങ്ങൾ: ഉറക്കക്കുറവ്, അമിത ചിന്ത, രക്തസമ്മർദ്ദം, ദഹന പ്രശ്നങ്ങൾ. നിങ്ങൾ നിർബന്ധമായും ധ്യാനിക്കുക, ശ്വാസാഭ്യാസം ചെയ്യുക, പ്രകൃതിയോടൊപ്പം സമയം കണ്ടെത്തുക. വിദ്യാഭ്യാസം ആൻഡ് പഠനം. വിദ്യാർത്ഥികൾക്ക് ഗവേഷണ മനോഭാവം ഉണ്ടാവാം. നിയമവിഷയത്തിൽ അവർ അഗ്രഗണ്യരായിരിക്കും. തത്വശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും ആത്മീയ പഠനത്തിലും അവർ ഇൻട്രസ്റ്റ് കാണിക്കും. ഏകാഗ്രത കൈവിടാതെ സ്വയം നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. യാത്ര. ദൂരയാത്രകൾക്കും വിദേശയാത്രകൾക്കും തീർത്ഥാടനത്തിനും സാധ്യതകളുണ്ട്. ചില യാത്രകൾ നിങ്ങളുടെ ചിന്താഗതിയെ പൂർണ്ണമായി മാറ്റും. 2026 യാത്രകളൊക്കെയും നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റുന്ന യാത്രയായിരിക്കും. മാസം പ്രതി ഒരു ക്വിക്ക് സമ്മറി നമുക്ക് നോക്കാം. ജനുവരി മുതൽ ഫെബ്രുവരി വരെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. മാർച്ച് മുതൽ ഏപ്രിൽ വരെ നിങ്ങളുടെ കരിയറിൽ സമ്മർദ്ദമുണ്ടായേക്കാം. മെയ് മുതൽ ജൂൺ വരെ നിങ്ങളുടെ സാമ്പത്തിക പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്ന മാസങ്ങളാണ്. ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ നിങ്ങളുടെ ബന്ധങ്ങളിൽ സംഘർഷമുണ്ടായേക്കാം. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകും. നവംബർ മുതൽ ഡിസംബർ വരെ നിങ്ങൾക്ക് ആത്മീയമായ സന്തോഷം ലഭിക്കും. ഈ നക്ഷത്രക്കാർക്കുള്ള കുറച്ച് ടിപ്സ് ആൻഡ് റെമഡീസ്. എല്ലാ വ്യാഴാഴ്ചയും ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുക. കറുപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുക. ഗുരുക്കന്മാരെ ആദരിക്കുക. ഓം നമഃശിവായ എന്ന മന്ത്രം ദിവസത്തിൽ 108 പ്രാവശ്യം ജപിക്കുക. നിങ്ങൾ സൂക്ഷിക്കേണ്ട ആത്മവാക്യം: എൻ്റെ സത്യം എൻ്റെ ശക്തിയാണ്. പ്രിയപ്പെട്ട പൂരുരുട്ടാതി നക്ഷത്രക്കാരെ, ഈ വർഷം നിങ്ങളെ തകർക്കാൻ വന്നതല്ല, നിങ്ങളെ പൂർണ്ണമാക്കാൻ വന്നതാണ്. വേദനയിലൂടെ കയറേണ്ടി വന്നാലും അവസാനം നിങ്ങൾ ശക്തരായിരിക്കും. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണാം മറ്റൊരു നക്ഷത്രഫലവുമായി. എല്ലാവർക്കും ശക്തിയും ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ.